ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ ശ്രീമന്നാരായണീയത്തിലെ ദശകം 25 നരസിംഹാവതാരം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിൽ 8-9 അധ്യായങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിരണ്യകശിപുവധവും പ്രഹ്ലാദസ്തുതിയുമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനത്തിൽ നരസിംഹാവതാരത്തെ തൻ്റെ മുമ്പിൽ അപ്പോൾ നടക്കുന്നതായി ഭാവന കണ്ട ഭക്തകവി തൽക്ഷണം പിന്നെയൊന്നും പറയുവാൻ വയ്യാതെ നിർത്തുകയാണല്ലോ ചെയ്തത്. അനന്തരം എന്തുണ്ടായി എന്ന് ഇവിടെ പറയുന്നു. ശ്ലോകം 1. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പകശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. പദം പിരിക്കാം. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയൻ ആഘൂർണത് ജഗത് അണ്ഡകുണ്ഡകുഹരഃ ഘോരഃ തവ അഭൂത് രവഃ ശ്രുത്വാ യം കില ദൈത്യ രാജഹൃദയേ പൂർവം കഥാപി അശ്രുതം കമ്പഃ കശ്ചന സംഭപാത ചലിതഃ അഭി അംഭോജഭൂഃ വിഷ്ടരാത്. സ്തംഭേ ഘട്ടതയഃ ഹിരണ്യകശിപോഃ. തൂണിന്മേൽ പ്രഹരിച്ച ഹിരണ്യകശിപുവിൻ്റെ കർണൗ സമാചൂർണയൻ, കാതുകളെ തവിട് പൊടിയാക്കുന്നതും, ആകൂർണ ജഗദണ്ഡ കുണ്ഡകുഹരഃ, ബ്രഹ്മാണ്ഡമാകുന്ന മഹാപാത്രത്തിൻ്റെ ഉൾഭാഗമെല്ലാം ഇട്ട് വട്ടം തിരിക്കുന്നതും, ഘോരഃ രവഃ തവ അഭൂത്, ഘോരഃ അതിഭയങ്കരവുമായ രവഃ തവ അഭൂത് ഒരൊച്ച അങ്ങയുടേതായിട്ടുണ്ടായി, പൂർവം കഥാപി മുൻപൊരിക്കലും, അശ്രുതം കില കേട്ടിട്ടില്ലാത്ത, യം ശ്രുത്വ ഈ ഒരൊച്ച കേട്ടിട്ട്, ദൈത്യരാജഹൃദയെ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ, കശ്ചന കമ്പഃ സംഭപാത എന്തൊന്നില്ലാത്ത ഒരു വിറയൽ, അതായത് വളരെയധികം പരിഭ്രമിച്ചിട്ട്, അംഭോജഭൂഃ അഭി വിഷ്ടരാത് ചലിതഃ, അംഭോജഭൂഃ അഭി ബ്രഹ്മാവ് പോലും, വിഷ്ടരാത് ചലിതഃ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഒന്നിളക്കിപ്പോയി. ഹിരണ്യകശിപു തൂണിൽ വെട്ടിയ മാത്രയിൽ അവൻ്റെ ചെവി രണ്ടും പൊടിഞ്ഞു പോകത്തക്ക വിധത്തിലും ബ്രഹ്മാണ്ഡ കടാഹത്തിനുള്ളിലുള്ള സകല ചരാചരങ്ങളും സംഭ്രമിക്കത്തക്ക വിധത്തിലും അതിഭയങ്കരമായി നിന്തിരുവടിയുടെ അട്ടഹാസം പുറപ്പെട്ടു. മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മാതിരിയുള്ള ആ ശബ്ദം കേട്ട് ആ മഹാസുരൻ്റെ ഉള്ളിൽ പറയുവാനാകാത്ത വിധത്തിലുള്ള ഒരു ഞെട്ടലുണ്ടായി. ബ്രഹ്മാവ് പോലും അത് കേട്ട് തൻ്റെ ആസനത്തിൽ നിന്നും ഇളകിപ്പോയി. ആകൂർണ ജഗദണ്ഡ കുണ്ഡകുഹരഃ, ബ്രഹ്മാണ്ഡത്തിനുള്ളിലുള്ള സകല ജീവജാലങ്ങളെയും ഇട്ട് വട്ടം തിരിക്കുന്നത് എന്നർത്ഥം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പകശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ശ്ലോകം 2. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത
സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസത് വർഷ്മാസമാജൃംഭധാ. പദം പിരിക്കാം. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംഭ്രംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗഃ ആത്മകം ന മനുജ ആകാരം വപുഃ തേ വിഭോ കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി വ്യുദ്ഭ്രാന്ത ചിത്തേ അസുരേ വിസ്ഫൂർജത് ധവള ഉഗ്ര രോമ വികസത് വർഷ്മാ സമാജൃംഭതാഃ. മഹാസംഭ്രംഭിണി ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി. വല്ലാതെ ക്രുദ്ധനായി തീർന്ന അസുരൻ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി നാലുപാടും നിരീക്ഷിച്ചുകൊണ്ട് വിഭോ ന മൃഗാത്മകം ന മനുജാകാരം തേ വപുഃ സ്തംഭതഃ സംഭൂതം. അല്ലയോ സർവവ്യാപിൻ, ന മൃഗാത്മകം മൃഗസ്വരൂപമല്ലാത്തതും ന മനുജാകാരം നരസ്വരൂപമല്ലാത്തതുമായ തേ വപുഃ അങ്ങയുടെ ശരീരം സ്തംഭതഃ സംഭൂതം തൂണിനുള്ളിൽ നിന്നു പുറത്തു ചാടി. അസുരേ വീക്ഷണം അദ്ഭുതം ഏതത് കിം കിം ഇതി വ്യുദ്ഭ്രാന്ത ചിത്തേ. അപ്പോൾ അസുരേ വീക്ഷണം അസുരൻ ഭയങ്കരവും അദ്ഭുതം ആശ്ചര്യവുമായ ഏതത് കിം കിം ഇതി ഇത് എന്താണ് എന്താണ് എന്നിങ്ങനെ ഉള്ളാലെ വ്യുദ്ഭ്രാന്ത ചിത്തേ തന്നെ നന്നായി അമ്പരന്നവനായി തീർന്നു. വിസ്ഫൂർജധവള ഉഗ്രരോമ വികസത് വർഷ്മ സമാജൃംഭതാഃ. എഴുന്നു നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങളാൽ തടി പെരുകുന്ന ഉടലോടുകൂടിയവനായി അങ്ങനെ വളരുവാൻ തുടങ്ങി. ന മൃഗാത്മകം ന മനുജാകാരം കഴുത്തുവരെ സിംഹത്തിൻ്റേതല്ലാത്തതും കഴുത്തിന് മുകളിൽ മനുഷ്യൻ്റേതല്ലാത്തതുമായ ഒരു രൂപം. അതാണ് നാരസിംഹ വപുസ്. അതിനെ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. ഈ ശബ്ദം കേട്ട് ഹിരണ്യകശിപു കാരണമറിഞ്ഞ് കോപാന്ധനായി എല്ലാ ദിക്കിലും തിടുക്കത്തിൽ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ, അല്ലയോ ഭഗവാനെ, പകുതി മനുഷ്യാകൃതിയും പകുതി സിംഹാകൃതിയുമായ നിന്തിരുവടിയുടെ വിചിത്ര ശരീരം തൂണിൽ നിന്നും വെളിപ്പെട്ടു. ഭയങ്കരവും അത്ഭുതകരവുമായ ഇതെന്താണ് എന്താണെന്ന് ആ മഹാസുരൻ പരിഭ്രമിക്കുമ്പോൾ ഭയങ്കരങ്ങളായ വെളുത്ത രോമങ്ങളെ വികസിപ്പിച്ചതിനാൽ പ്രകാശിക്കുന്ന ശരീരത്തോടുകൂടി അങ്ങ് വളർന്നു. തൂണ് പിളർന്ന് 1000 സൂര്യൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഒരു അസാധാരണ ജീവി പൊട്ടിപ്പുറപ്പെട്ടു. ഉഗ്രമായി അലറിക്കൊണ്ടുള്ള സിംഹത്തിൻ്റെ തല, തീക്കനൽ ചിതറുന്ന കണ്ണുകൾ, കൂർത്ത മൂർത്ത പല്ലുകൾ, കൂറ്റൻ ദ്രംഷ്ടങ്ങളും, ദേഹം മനുഷ്യൻ്റെ മാതിരിയാണെങ്കിലും കൈകാലുകളുടെ അഗ്രഭാഗത്തെ വിരലുകളിൽ മൂർച്ചയേറിയ നഖങ്ങളുമായി ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചിരിക്കുകയാണ്. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതാ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസത് വർഷ്മാസമാജൃംഭധാ. ശ്ലോകം 3. തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പപ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു
വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. പദം പിരിക്കാം. തപ്ത സ്വർണ സവർണ കൂർണത് അതിരൂക്ഷ അക്ഷം സടാ കേസര പ്രോത്കമ്പ പ്രണികുംഭിത അംബരം അഹോ ജിയാത് തവ ഇദം വപുഃ വ്യാത്ത വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗ ഉഗ്ര വൽഗത് മഹാ ജിഹ്വ നിർഗമ ദൃശ്യമാന സുമഹ ദംഷ്ട്ര യുഗ ഉഢാമരം. സപ്ത സ്വർണ സവർണ കൂർണത് അതിരൂക്ഷ അക്ഷം. ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറമുള്ളവയും ഉരുട്ടി മിഴിച്ചവയും അത്യുഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടിയതും സടാകേസര പ്രോത്കമ്പ പ്രണികുംഭിതംബരം. ചിടകെട്ടിയ സ്കന്ധരോമങ്ങൾ എഴുന്നുയരുവേ ആകാശത്തെ മുച്ചൂടും മൂടിക്കളയുന്നതും വ്യാത്ത വ്യാപ്ത മഹാദരീ സഖമുഖം. വായ തുറന്നപ്പോൾ വിസ്താരമേറിയ ഒരു മഹാഗുഹയ്ക്ക് സദൃശമായി തീർന്ന വായയോടുകൂടിയതും ഖഡ്ഗ ഉഗ്ര വലദ്ഗത് മഹാജിഹ്വ നിർഗമ ദൃശ്യമാന സുമുഖ ദ്രംഷ്ട യുഗ ഉഢാമരം. വാൾ പോലെ ഭയങ്കരമായി കിടന്ന് ചുഴലുന്ന ഊക്കൻ നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന രണ്ട് വലിയ ദംഷ്ടങ്ങളാൽ ഏറ്റവും ഭയങ്കരവും. അഹോ തവ ഇദം വപുഃ ജിയാത്. ആശ്ചര്യകരവുമായ അവിടുത്തെ ഈ സ്വരൂപം ജയിക്കുമാറാകണമേ. നരസിംഹ ശരീരത്തെ വാഴ്ത്തുന്നു. ഉരുകിയ തങ്കം പോലെ നിറമുള്ള അതിരൂക്ഷങ്ങളായ കണ്ണുകളെ ഉരുട്ടിമിഴിച്ച് ആകാശമണ്ഡലം മറയത്തക്കവണ്ണം ജടകളും കുഞ്ചിരോമങ്ങളും കുടഞ്ഞ് വികസിപ്പിച്ച് വിസ്താരമേറിയ വൻ ഗുഹ പോലെ വായ്പിളർന്ന് വാൾ പോലെ ഭയങ്കരമായി ഇളകുന്ന വലിയ നാക്ക് വെളിക്കു നീട്ടി ഉഗ്രങ്ങളായ ദംഷ്ടങ്ങൾ രണ്ടും പ്രകാശിപ്പിച്ച് ഏറ്റവും ഭയങ്കരമായി അപ്പോൾ കാണപ്പെട്ട നിന്തിരുവടിയുടെ ആ ശരീരം ജയിക്കുമാറാകട്ടെ. തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. ശ്ലോകം 4. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനുഃ ഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘിഘനാഘനോപമഘന പ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവത തത്നാരസിംഹം വപു. പദം പിരിക്കാം. ഉത്സർപ്പത് വലി ഭംഗ ഭീഷണ ഹനു ഹ്രസ്വ സ്ഥവീയ തര ഗ്രീവം പീവര ദോഹോ ശത ഉദ്ഗത നഖ ക്രൂര അംശു ധൂര ഉൽബണം വ്യോമ ഉല്ലംഘി ഘനാഘന ഉപമ ഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവതഃ തത് നാരസിംഹം വപുഃ. ഉത്സർപ്പദ്വലിഭംഗഭീഷണ ഹനു. മേൽപോട്ട് വലിയുന്ന വലികളുടെ ചുളിവുകളാൽ ഭയങ്കരമായി തീരുന്ന കീഴ്കവിളുകളോട് കൂടിയതും
ഹ്രസ്വസ്ഥവീയധര ഗ്രീവം. നീളം കുറഞ്ഞ നന്നേ തടിച്ച കഴുത്തുള്ളതും പീവര ദോഷോദ്ഗത നഖ ക്രൂരാംശു ദൂരോൽഭണം. തടിച്ച അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്നും പ്രസരിച്ചവയും തീക്ഷ്ണങ്ങളുമായ രശ്മികളാൽ അതിഭീഷണവും. വ്യോമോല്ലംഘി, ആകാശം മുട്ടിനിൽക്കുന്നതും. ഘനാഘനോപമ ഘനപ്രധാന നിർധാവിത സ്പർദ്ധാലു പ്രഖരം. മഴ പെയ്യാനൊരുങ്ങിയ മേഘങ്ങളുടെ ഇടിമുഴക്കത്തിനു തുല്യമായ അട്ടഹാസത്താൽ എതിരൊളിക്കൂട്ടത്തെ ആട്ടിയോടിച്ചതുമായ ഭവതഃ തത് നാരസിംഹം വപുഃ നമാമി. അവിടുത്തെ ആ നരസിംഹാകാരമായ വപുസ്സിനെ ഞാൻ വണങ്ങിക്കൊള്ളുന്നു. വിജൃംഭണാദികളാൽ മേൽപോട്ടുയരുന്ന ഞൊറികളെ കൊണ്ട് ഭയങ്കരങ്ങളാകിയ ഹനുപ്രദേശങ്ങളോടും, അതായത് താടിയെല്ലിൻ്റെ 2 വശങ്ങളോടും കുറുകി ഏറ്റവും തടിച്ച കഴുത്തോടുകൂടിയതും തടിച്ചുരുണ്ട അനേകം കൈകളിൽ നിന്നും ഉയരുന്ന നഖങ്ങളുടെ തീക്ഷ്ണങ്ങളായ രശ്മികളെ കൊണ്ട് അതിഭയങ്കരവും ആകാശമണ്ഡലത്തെ അതിക്രമിച്ചു പോകുന്നതും പ്രളയ മേഘഗർജനം പോലെ, അതായത് ഇടിമുഴക്കം പോലെ ഭീഷണങ്ങളുമായ അട്ടഹാസങ്ങളെ കൊണ്ട് ശത്രു സമൂഹങ്ങളെ ദൂരെ പായിക്കുന്നതുമായ നിന്തിരുവടിയുടെ നരസിംഹാകൃതിയിലുള്ള ആ തിരുവുടലിനെ ഞാൻ നമസ്കരിക്കുന്നു. ഉത്സർപ്പദ്വലിഭംഗ ഭീഷണ ഹനു ഹ്രസ്വസ്ഥവീയസ്തര ഗ്രീവം പീവരദോഷദോദ്ഗത നഖ ക്രൂരാംശു ദൂരോൽബണം. വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവതഃ തത് നാരസിംഹം വപു. ശ്ലോകം 5. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം മൃദുഭ്യാമമും. വീരോ നിർഗളിതോധഗഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ. പദം പിരിക്കാം. നൂനം വിഷ്ണുഃ അയം നിഹന്മി അമും ഇതി ഭ്രാമ്യത് ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അധൃതാഃ ദോഭ്യാം പൃഥുഭ്യാം അമും. വീരഃ നിർഗളിതഃ അത ഖഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്ര ശ്രമാൻ വ്യാവൃണ്വൻ പുനഃ ആപപാദ ഭുവന ഗ്രാസ ഉദ്യതം ത്വം അഹോ. അയം വിഷ്ണുഃ നൂനം അമും നിഹന്മി. വിഷ്ണു തന്നെയായിരിക്കണം, ഇവനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇതി ഭ്രാമ്യദ്ഗദാഭീഷണം സമുപാദ്രവന്തം അമും ദൈത്യേന്ദ്രം എന്ന് പറഞ്ഞ് ഗദ ചുഴറ്റിക്കൊണ്ട് ഭയങ്കരനായി ഓടിയണയുന്ന അസുരരാജനെ, അതായത് ഹിരണ്യകശിപുവിനെ പൃഥുഭ്യാം ദോർഭ്യാം അധൃതാഃ തടിച്ച തൻ്റെ കൈകൾ കൊണ്ട് അവിടുന്ന് കടന്നു പിടിച്ചു. വീരഃ നിർഗളിതഃ അഥ ഖഡ്ഗഫലകൗ ഗൃഹ്ണൻ അമിടുക്കൻ കുതറി പിടിപിടിച്ച് ചാടി ഉടനെ വാളും പരിചയവുമെടുത്ത് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പല അടവുകൾ കാട്ടുകയും ചെയ്തുകൊണ്ട് ഭുവന ഗ്രാസ്യോദ്യതം ത്വാം പുനഃ ആപപാദ അഹോ. ലോകമായ ലോകമൊക്കെ
പിടിച്ചു വിഴുങ്ങുവാൻ ശക്തിയുള്ള അങ്ങയുടെ നേരെ പിന്നെയും ചാടി വന്നു. ആശ്ചര്യം! ഇവൻ കപട വേഷം ധരിച്ച വിഷ്ണു തന്നെയാണ്. ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട് എന്ന് വിചാരിച്ച് ഗദയും ചുഴറ്റിക്കൊണ്ട് ഭയങ്കരനായി പാഞ്ഞു വരുന്ന ആസുരനെ തടിച്ച കൈകളെ കൊണ്ട് നിന്തിരുവടി പിടികൂടി. ആ വീരൻ ഉടനെ പിടിയിൽ നിന്നും തെറ്റി വാളും പരിചയവും എടുത്ത് പലമാതിരി പയറ്റുകളെ കാണിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ വിഴുങ്ങുന്നതിന് ശക്തനായ നിന്തിരുവടിയെ എതിർത്തു. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം മൃദുഭ്യാമമും വീരോ നിർഗളിതോധഗഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ശ്ലോകം 6. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭനിർഭരഗളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിതിജ അധമം പുനഃ അഭി പ്രോൽഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ അധ ഊരു യുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദൻ അതിഗർഭ നിർഭര ഗളത് രക്താംബു ബന്ധ ഉത്സവം പായം പായം ഉദരൈഹി ബഹു ജഗ സംഹാരി സിംഹ ആരവാൻ. ഭ്രാമ്യന്തം ദിദിജാധമം പിടികൊടുക്കാതെ വട്ടം തിരിയുന്ന അധമനായ ആ ദൈത്യനെ പുനഃ അഭി ജവാദ് ദോർഭ്യാം പ്രോദ്ഗൃഹ്യ രണ്ടാമതും പൊടുന്നനെ 2 കൈകളെ കൊണ്ടും മുറുകെ പിടിച്ചമർത്തി ഉയർത്തിയിട്ട് ദ്വാരേ ഊരുയുഗേ നിപാത്യ ഉമ്മറപ്പടിയിന്മേൽ തൻ്റെ 2 തൊടകളിന്മേൽ മലർത്തി വീഴ്ത്തി വക്ഷോഭുവി നഖരാൻ വ്യുത്ഖായ നിർഭിന്ദൻ മാറിടത്തിൽ നഖങ്ങൾ അമഴ്ത്തി താഴ്ത്തി മാറ് പിളർന്നുകൊണ്ട് അതിഗർഭ നിർഭര ഗള രക്താംബു ബന്ധോത്സവം പായം പായം ഉള്ളിൽ നിന്നും കുടുകുടേ ചാടുന്ന ചുടുരക്തം ബഹുരസമായി തുടരെ തുടരെ പാനം ചെയ്തുകൊണ്ട് ജഗത് സംഹാരി സിംഹാരവാൻ ബഹു ഉദൈരയ ലോകങ്ങളെയെല്ലാം ഛിന്ന ഛിന്നമാക്കുന്ന വിധത്തിൽ സിംഹനാദങ്ങളെ അങ്ങ് ധാരാളമായി പുറപ്പെടുവിച്ചു. ദ്വിജാധമം പ്രഹ്ലാദൻ്റെ നേരെ കാട്ടിയ കടും കൈകളെ ഓർത്തിട്ടാവാം അധമൻ എന്നിവിടെ പറഞ്ഞത്. ദ്വാരേ ഊർയുകേ അകത്തോ പുറത്തോ ആകാശത്തോ നിലത്തോ വെള്ളത്തിലോ കരയിലോ ഒന്നും കൊല്ലുവാൻ പാടില്ലാത്തതുകൊണ്ട് ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് തുടയിന്മേൽ വെച്ച് വധിച്ചു. പയറ്റുകളും കാണിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ആസുരധാമനെ വീണ്ടും തൃക്കൈകളെ കൊണ്ട് പിടിച്ചു കൂട്ടി നിന്തിരുവടി വേഗത്തിൽ വാതിൽപ്പടിയിന്മേലിരുന്ന് അവനെ തുടയിൽ വീഴ്ത്തി നെഞ്ചിൽ നഖങ്ങളെ തറച്ചു പിളർന്ന് ഉള്ളിലുള്ള രക്തനാഡികളിൽ നിന്നും ധാരാളമായി പുറപ്പെടുന്ന ചുടുചോര ഉത്സാഹത്തോടു കൂടി കുടിച്ച് ബ്രഹ്മാണ്ഡ കടാഹം ഭേദിക്കത്തക്കവണ്ണമുള്ള അനേകം സിംഹനാദങ്ങൾ പുറപ്പെടുവിച്ചു. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത്
ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ശ്ലോകം 7. त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमद्वर्ष्मणि प्रत्युल्पत्य समस्तदैत्यपटलीं चाखाद्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गचरं चराचरमहो दुःस्थामवस्थां दधौ. त्यक्त्वा तं हतम् आशु रक्तलहरी सिक्त उन्नमद् वर्ष्मणि प्रत्युत्पत्य समस्त दैत्य पडलीं च आख्याद्य माने त्वयि भ्राम्यद भूमि विकम्पित अम्बुधिकुलं व्यालोल शैल उत्करं प्रोत्सर्पत् गजरं चराचरं अहो दुस्ताम् अवस्थां दधौ. त्वयि आशु हതം തം त्यक्त्वा. അവിടുന്ന് ക്ഷണത്തിൽ കൊന്നുകളഞ്ഞ ആ ഹിരണ്യകശിപുവിനെ വിട്ടുവെച്ച് രക്തലഹരി സിദ്ധോന്നമദ് വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലീം ച ആഖ്യാദ്യ മാനെ ചോര വീണു നനഞ്ഞതും പൊന്തി ഉയരുന്നതുമായ ശരീരത്തോടെ കുതിച്ചു ചാടിയിട്ട് നേരെ വരുന്ന സകല ദൈത്യ സമൂഹത്തെ വീണ്ടും വീണ്ടും കുടിച്ചടക്കവേ അഹോ ചരാചരം, ആശ്ചര്യമേ, സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്താകെ ഭ്രാമ്യദ്ഭുവി വികമ്പിതാം ബുദ്ധികുലം വ്യാലോല ശൈലോത്കരം, വല്ലാതെ ചുഴലുന്ന ഭൂമിയോട് കൂടിയതും ഇളക്കിമറിഞ്ഞ സമുദ്രത്തോടു കൂടിയതും കിടന്നു കുലങ്ങുന്ന പർവ്വതങ്ങളോട് കൂടിയതും പ്രോത്സർപ്പത് ഖചരം, തെറ്റിത്തെറിക്കുന്ന ജ്യോതിർഗളങ്ങളോട് കൂടിയതുമായിട്ട് ദുസ്താം അവസ്ഥാം ദധൗ, നിലം തെറ്റിയ, അതായത് ഒട്ടും സുഖമല്ലാത്ത ഒരു മട്ടിലായി തീർന്നു. നിഗ്രഹിക്കപ്പെട്ട അവനെ ഉപേക്ഷിച്ചിട്ട് രക്തധാരാഭിഷിക്തമായ ഉന്നത ശരീരത്തോടുകൂടി എടുത്തു ചാടി ഇന്ദ്രവുടി അവൻ്റെ അനുഗാമികളായ സകല ദൈത്യ സമൂഹങ്ങളെയും ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമി കിടുകിടാ വിറയ്ക്കുകയും സമുദ്രങ്ങൾ കലങ്ങിമറിയുകയും പർവ്വതങ്ങൾ കലങ്ങുകയും ഗ്രഹനക്ഷത്രാദികൾ തങ്ങളുടെ ക്രമം ഗതി വിട്ട് കുഴങ്ങിമറിയുകയും എന്നുവേണ്ട ലോകത്തിലുള്ള സകല ചരാചരങ്ങളും അസ്വസ്ഥങ്ങളായി ഭവിക്കുകയും ചെയ്തു. त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमद्वर्ष्मणि प्रत्युल्पत्य समस्तदैत्यपटलीं चाखाद्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गचरं चराचरमहो दुःस्थामवस्थां दधौ. ശ്ലോകം 8. तावन्मांसवपाकराळवपुषं घोरान्ध्रमालाधरं त्वां मध्ये सभमिद्धरोषमुषितं दुर्वारगुर्वारवम् अभ्येतुं न शशाक कोऽपि भुवने दूरे स्थिता भीरवा सर्वे शर्वविरिञ्ज वासवमुखा പ്രത്യേകമസ്തോഷതാ. പദം പിരിക്കാം. താവത് മാംസ വഭ കരാള വപുഷം ഘോര
അന്ത്രമാലാധരം ത്വാം മധ്യേ സഭം ഇദ്ധ രോക്ഷം ഉഷിതം ഉർവാരവം അഭ്യേതും ന ശശാക കഹ അഭി ഭുവനെ ദൂരെ സ്ഥിതാഃ ഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകം അസ്തോഷത. താവത് ആ സമയത്ത് ആ ഘട്ടത്തിൽ മാംസവഭാകരാളവപുഷം കൊല്ലപ്പെട്ടവരുടെ മാംസത്താലും വഭയാലും ഭയങ്കരമായി തീർന്ന ശരീരത്തോടു കൂടിയവനും ഘോരാന്ധ്രമാലാധരം കിടിലം കൊള്ളിക്കുന്ന കുടൽമാല ധരിച്ചവനും ഗുർവാരവം ചെവി തുളച്ചു കയറുന്ന മഹാസിംഹനാദം മുഴക്കുന്നവനും മധ്യേ സഭം ഇദ്ധരോഷം ഉഷിതം സഭാമധ്യത്തിൽ വർദ്ധിച്ച കടും കോപത്തോടെ ഇരുന്നരുളിയവനുമായ ത്വാം അഭ്യേതും അങ്ങയുടെ അടുത്തേക്കൊന്ന് ചൊല്ലുവാൻ ഭുവനെ ക്വാ അഭി ന ശശാക ലോകത്തിൽ ഒരുവനും ശക്തനായില്ല. സർവ വിരിഞ്ച വാസവമുഖാക സർവേ ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാവരും ഭീരവഹ ദൂരെ സ്ഥിതാഹ പേടിച്ചു വിറച്ച് അകലെ നിന്നുകൊണ്ട് പ്രത്യേകം അസ്തോഷത തനിത്തനിയാകെ സ്തുതിച്ചു, വെവ്വേറെ സ്തുതിച്ചു. ആ അവസരത്തിൽ മാംസവും കൊഴുപ്പും പറ്റി ഭയങ്കരമായ ഉടമ്പോടുകൂടി കണ്ടാൽ പേടിയാകുന്ന കുടൽമാലകളും ചാർത്തി സഭാമധ്യത്തിൽ ഇരുന്നു കൊണ്ട് സഹിക്കാൻ വയ്യാത്ത അത്യുച്ചമായ സിംഹനാദങ്ങൾ പുറപ്പെടുവിക്കുന്ന നിൻ തിരുവടിയുടെ നേരെ വരുന്നതിന് ലോകത്തിൽ ആർക്കും ശക്തിയുണ്ടായില്ല. രുദ്രൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായവരെല്ലാവരും ഭയപ്പെട്ട് ദൂരെ മാറി നിന്ന് പ്രത്യേകം നിൻ തിരുവടിയെ സ്തുതിച്ചു. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവാ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. ശ്ലോകം 9. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യബഭയേ കാരുണ്യഭാരാകുലാം ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരധോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഭൂയഃ അഭി അക്ഷത രോഷ ധാംനി ഭവതി ബ്രഹ്മ ആജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോഃ നമതി അഭഭയേ കാരുണ്യഭാര ആകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധനി സമദാഃ സ്തോത്രൈഃ അധ ഉദ്ഘായതഃ തസ്യ അകാമദീയഃ അഭിധേനിത വരം ലോകായ ച അനുഗ്രഹം. ഭൂയഃ അഭിഭവതി അക്ഷത രോഷധാംനി പിന്നെയും സ്തുതിക്കപ്പെട്ടിട്ടും അവിടുന്ന് അടങ്ങാത്ത കടും കോപത്തിന് ആശ്രയമായി വർത്തിക്കവേ ബ്രഹ്മാഗ്നിയ ബാലകെ പ്രഹ്ലാദെ അഭഭയെ പദയോഹോ നമതി ബ്രഹ്മാവിൻ്റെ ആജ്ഞ ഹേതുവായിട്ട് കുട്ടിയായ പ്രഹ്ലാദൻ പേടി കൂടാതെ തൃക്കാൽക്കൽ വന്ന് നമസ്കരിച്ചപ്പോൾ ത്വം കാരുണ്യഭാരാകുലഃ ശാന്തഃ അവിടുന്ന് കരുണാഭാരത്താൽ
പരവശനും ശാന്തനുമായിട്ട് അസ്യ മൂർധനി കരം സമദാഹ, ഈ പ്രഹ്ലാദൻ്റെ നെറുകയിൽ കൈ അമർത്തി വെച്ചു. അത സ്തോത്രേഹി ഉദ്ഗായത, എന്നിട്ട് ഉറക്കെ സ്തുതികൾ പാടി വാഴ്ത്തുന്ന തസ്യ അകാമതീയ അഭി വരം തേനിത, അവന് അശേഷവും ആവശ്യമില്ലായിരുന്നു എങ്കിലും വരമരുളി. ലോകായ അനുഗ്രഹം ച, ലോകത്തിന് പൊതുവെ അനുഗ്രഹത്തെയും അരുളി. ഇത്രയൊക്കെ ആയിട്ടും നിന്തിരുവടിയുടെ കോപത്തിന് യാതൊരു കുറവും ഉണ്ടാകാത്തതിനാൽ ബ്രഹ്മാവിൻ്റെ നിയോഗമനുസരിച്ച് ബാലനായ പ്രഹ്ലാദൻ ഭയം കൂടാതെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചപ്പോൾ നിന്തിരുവടി ശാന്തനായിട്ട് കാരുണ്യപാരവശ്യത്താൽ അവൻ്റെ ശിരസിൽ തൃക്കൈ വെച്ചു. പിന്നെ പലവിധ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച ആ പ്രഹ്ലാദന് യാതൊരു ആഗ്രഹവും ഇല്ലാതായി തീർന്നിട്ടും ദൈത്യാധിപത്യം മുതലായ വരം കൊടുക്കുകയും ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യബഭയേ കാരുണ്യഭാരാകുലാം ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരധോദ്ഗായത തസ്യാകാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ശ്ലോകം 10. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധഃ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഏവം നാട്യത രൗദ്ര ചേഷ്ടിതഃ വിഭോ ശ്രീതാപനീയ അഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധ ആകൃതേ തത് താദൃങ് നിഖില ഉത്തരം പുനഃ അഹോ കഹ ത്വാം പരഹ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ സർവ ആമയാത് പാഹി മാം. ഏവം നാട്ടിത രൗദ്രചേഷ്ടിത, ഇപ്രകാരം രൗദ്രമായ ഭയാനകമായ ഒരു വ്യാപാരത്തെ നടിച്ചു കാട്ടിയവനും അത്യന്ത ശുദ്ധാകൃതേ, എന്നാൽ വാസ്തവത്തിൽ ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയവനും ശ്രീതാപനീയ അഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ വിഭോ. നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി പാടിപ്പുകഴ്ത്തിയുള്ള സകല മഹാത്മ്യങ്ങളോടു കൂടിയവനും സർവവ്യാപിയുമായ ഭഗവാനെ തഥാദൃക് നിഖിലോത്തരം, തഥാദൃക്കും സർവോത്കൃഷ്ടനുമായ ത്വാം പുനഃ പരഹ കഹ ലംഘയേത് അഹോ, അങ്ങയെ ആകട്ടെ മറ്റു യാർ കടന്ന് ആക്രമിക്കും? ആശ്ചര്യം. ഇപ്രകാരം രൗദ്രകർമ്മങ്ങളെ അഭിനയിച്ച സർവശക്തൻ താപനീയ ഉപനിഷത്തിൽ സ്പഷ്ടമായി വർണ്ണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മാഹാത്മ്യത്തോടു കൂടിയവനും ശുദ്ധ സത്വമയ സ്വരൂപനുമായ ഭഗവാനെ, അങ്ങനെയെല്ലാമുള്ള സർവശ്രേഷ്ഠനായ നിന്തിരുവടിയെ അതിക്രമിക്കുവാൻ വേറെ ആരുണ്ട്? അതായത് അങ്ങേ ആജ്ഞാകിങ്കരന്മാരല്ലാതെ നിന്തിരുവടിയോട് എതിർക്കാത്തവർ ഈ ത്രിഭുവനത്തിൽ ആരാണുള്ളത്? അല്ലയോ പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധഃ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ
തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഇവിടെ ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിനായി രൗദ്രചേഷ്ടിതം നടിക്കുക മാത്രമാണ് ചെയ്തത്. നരസിംഹമൂർത്തി അത്യന്തം ശുദ്ധാകൃതി തന്നെ. ഇത്തരം മാഹാത്മ്യങ്ങളെല്ലാം നൃസിംഹതാപനീയ ഉപനിഷത്തിൽ സ്പഷ്ടമായി ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിവ്. പ്രഹ്ലാദപ്രിയൻ, പ്രഹ്ലാദനാകുന്ന പ്രിയനോട് കൂടിയവൻ. തനിക്ക് പ്രിയമായിട്ടുള്ളവരിൽ പ്രഥമ ഗണനീയൻ പ്രഹ്ലാദനാകുന്നു എന്ന് താല്പര്യം. നാനാപീഡനങ്ങളിൽ നിന്നും പ്രഹ്ലാദനെ നിശേഷം സംരക്ഷിച്ച അവിടത്തേക്ക് എൻ്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ സുസാധ്യമാണല്ലോ എന്ന് ശ്രീനാരായണ ഭട്ടതിരി ഇവിടെ സൂചിപ്പിക്കുന്നു. നാരായണീയ പാരായണം ദശകം 25. സ്തംഭേ ഘട്ടയദോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത് ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസത് വർഷ്മാസമാജൃംഭധാ തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പപ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനുഹ്രസ്വസ്ഥവീയസ്തര ഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘിഘനാഘനോപമഘന പ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവത തത്നാരസിംഹം വപു നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം മൃദുഭ്യാമമും വീരോ നിർഗളിതോധഗഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭനിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ ത്യക്ത്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലിം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമിവികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പദ്ഗചരം ചരാചരമഹോ ദുസ്ഥാമവസ്ഥാം ദധൗ
താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷതാ ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലാ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരധോദ്ഗായതാ തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധഃ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.